ഇറാനുമായി ഒരു നയതന്ത്ര കരാറിലെത്താനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾ ലോകത്തിനു മുന്നിൽ ചർച്ചയാകുമ്പോഴും പശ്ചിമേഷ്യൻ കടലിടുക്കുകളിൽ അമേരിക്ക നടത്തുന്ന വൻ സൈനിക വിന്യാസം തികച്ചും വിപരീതമായ സൂചനകളാണ് നൽകുന്നത്. സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മറുവശത്ത് യുദ്ധസജ്ജമായ നിലപാടുകളിലേക്ക് അമേരിക്കൻ സൈന്യം മാറുന്നത് മേഖലയെ വീണ്ടും മുൾമുനയിൽ നിർത്തുകയാണ്. അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് വീണ്ടും പശ്ചിമേഷ്യൻ സമുദ്രമേഖലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സുവേസ് കനാൽ കടന്ന് ചെങ്കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഈ കൂറ്റൻ കപ്പലിനൊപ്പം USS മഹാൻ, USS വിൻസ്റ്റൺ എസ് ചർച്ചിൽ തുടങ്ങിയ കരുത്തുറ്റ ഡിസ്ട്രോയറുകളും അകമ്പടിയായുണ്ട്. ഇത് കേവലം ഒരു പതിവ് റോന്തുചുറ്റലല്ലെന്നും മറിച്ച് മേഖലയിലെ ഇറാന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള കൃത്യമായ സൈനിക വിന്യാസമാണെന്നും പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. ജെറാൾഡ് ആർ ഫോർഡിന് പുറമെ USS ജോർജ് HW ബുഷ് എന്ന മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി 5000-ലധികം സൈനികരുമായി മേഖലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം 3 വിമാനവാഹിനി കപ്പലുകൾ ഒരു നിശ്ചിത മേഖലയിൽ കേന്ദ്രീകരിക്കുന്നത് അസാധാരണവും ഗൗരവകരവുമായ നീക്കമാണ്. ട്രംപ് ഭരണകൂടം ഇറാനുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അവകാശപ്പെടുമ്പോഴും ഇത്ര വലിയ തോതിലുള്ള സൈനിക വിന്യാസം നടത്തുന്നത് നയതന്ത്ര വൃത്തങ്ങളിൽ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ചർച്ചകൾ ഒരു പുകമറയാണോ എന്നും അമേരിക്ക യഥാർത്ഥത്തിൽ ഒരു വലിയ സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുകയാണോ എന്നുമാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഇറാൻ തങ്ങളുടെ യുറേനിയം ശേഖരം വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന ട്രംപിന്റെ അവകാശവാദം ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ സൈനിക നീക്കങ്ങൾ വേഗത്തിലാക്കിയത് എന്നതും ശ്രദ്ധേയമാണ്. സമ്മർദ്ദത്തിലൂടെ ഇറാനെ കീഴ്പ്പെടുത്തുക എന്ന തന്ത്രമാണ് അമേരിക്ക പയറ്റുന്നത്. ചെങ്കടലിനും ഹോർമൂസ് കടലിടുക്കിന് സമീപവും അമേരിക്കൻ കപ്പലുകൾ നിലയുറപ്പിക്കുന്നത് ആഗോള എണ്ണ വിതരണ ശൃംഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനം ചെലുത്തുന്ന കാര്യമാണ്. ഇറാന്റെ നാവികസേനയും അമേരിക്കൻ കപ്പലുകളും തമ്മിൽ നേരത്തെ ഉണ്ടായ അസ്വാരസ്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇത്രയും വലിയൊരു സൈനിക സാന്നിധ്യം ഏത് നിമിഷവും ഒരു സംഘർഷത്തിന് കാരണമായേക്കാം. അമേരിക്കയുടെ ഈ വാർ പോസ്റ്റർ മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഒരു വശത്ത് വെടിനിർത്തൽ കരാറുകൾക്കായി ശ്രമിക്കുമ്പോൾ തന്നെ മറുവശത്ത് യുദ്ധസജ്ജമായി നിൽക്കുന്നത് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ അസ്ഥിരപ്പെടുത്തിയേക്കാം. ഈ സൈനിക വിന്യാസം ഇറാന് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി നീങ്ങിയാൽ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന സന്ദേശമാണ് ഈ വിമാനവാഹിനി കപ്പലുകൾ നൽകുന്നത്. എന്നാൽ ഇത്തരം നീക്കങ്ങൾ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാനേ സഹായിക്കുമെന്ന് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. ട്രംപിന്റെ നയതന്ത്ര അവകാശവാദങ്ങൾ വെറും വാചക കസർത്തുകൾ മാത്രമാണോ അതോ സൈനിക ശക്തി കാണിച്ച് ഇറാനെ ചർച്ചാവേശിയിലേക്ക് എത്തിക്കാനുള്ള തന്ത്രമാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എണ്ണവിലയും ആഗോള സാമ്പത്തിക ഭദ്രതയും ഈ നാവിക വിന്യാസത്തിന്റെ ഫലങ്ങളെ ഉറ്റുനോക്കുകയാണ്.